ഏതൊരു രാജ്യത്തെയും പോലെ പാകിസ്ഥാനിലും സൈനിക നേതൃത്വത്തിന്റെ കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക എന്നത് ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എന്നാൽ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്നത് അത്തരമൊരു ഗുരുതരമായ അനിശ്ചിതത്വമാണ്. ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇപ്പോഴും പാകിസ്ഥാൻ സൈനിക മേധാവിയാണോ അതോ അദ്ദേഹം പുതിയ തസ്തികയായ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിൽ നിയമിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ പോലും വ്യക്തതയില്ല. രാഷ്ട്രീയ സൈനിക രംഗത്തെ ഈ അപ്രതീക്ഷിത ശൂന്യത വിശകലന വിദഗ്ധർക്കിടയിൽ ആശങ്ക ഉയർത്തുന്നു. സൈനിക നേതൃത്വത്തിൻ്റെ നിലവിലെ അവ്യക്തത സൈനിക മേധാവിക്ക് തൻ്റെ അധികാരം സ്ഥാപിക്കുന്നതിനായി ഒരു ഇന്ത്യ പാക് സംഘർഷത്തിന് തിരികൊളുത്താൻ പ്രേരണ നൽകിയേക്കാം എന്ന മുന്നറിയിപ്പാണ് മുൻ ദേശീയ ഉപദേശക സമിതി അംഗമായ തിലക് ദേവശർ നൽകുന്നത്. എന്താണ് ഈ പ്രതിസന്ധി? അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഇത് മേഖലയെ എങ്ങനെ ബാധിക്കും? വിശദമായി നമുക്ക് നോക്കാം. അസീം മുനീറിൻ്റെ യഥാർത്ഥ 3 വർഷത്തെ ആർമി ചീഫ് കാലാവധി അവസാനിച്ചത് നവംബർ 29-നാണ്. ഈ തീയതിയോടെ അദ്ദേഹം സൈനിക തലപ്പത്ത് നിന്ന് ഔദ്യോഗികമായി ഒഴിയേണ്ടതായിരുന്നു. എന്നാൽ ഇതിനു പകരമായി പുതിയതായി രൂപീകരിച്ച ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന തസ്തികയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിജ്ഞാപനം സമയപരിധി കഴിഞ്ഞിട്ടും പുറത്തു വന്നിട്ടില്ല. CDF പോസ്റ്റ് സൃഷ്ടിച്ചത് 27ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ഇത് മുൻപുണ്ടായിരുന്ന ചെയർമാൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന ഓഫീസ് മാറ്റി സ്ഥാപിച്ചതാണ്. പുതിയ CDF തസ്തിക കര, വ്യോമ, നാവിക സേനകളുടെ തലവനായ സൈനിക മേധാവിയുടെ ഇരട്ട ചുമതല വഹിക്കുന്ന ഒരു സംവിധാനമാണ്. സൈനിക കമാൻഡിനെ ഏകീകരിക്കുക എന്നതാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം. വിജ്ഞാപനം പുറത്തു വരാത്തതോടെ മുനീറിന് സാങ്കേതികമായി സ്ഥാനമുണ്ടാകില്ല. ഇത് സൈനിക ശ്രേണിയിൽ ഒരു വലിയ നേതൃത്വ ശൂന്യത സൃഷ്ടിക്കുന്നു. ആരാണ് യഥാർത്ഥ സൈനിക മേധാവി എന്ന കാര്യത്തിൽ സൈന്യത്തിൽ പോലും ഉറപ്പില്ലാത്ത ഒരവസ്ഥ ഇത് സൃഷ്ടിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാനിലെ ദുർബലമായ സിവിലിയൻ സർക്കാരാണെന്ന് തിലക് ദേവശർ അഭിപ്രായപ്പെടുന്നു. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ എപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ സൈന്യത്തിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ അമിതമായ സ്വാധീനമുണ്ട്. CDF പോസ്റ്റ് സൃഷ്ടിക്കാൻ സൈന്യം സിവിലിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സൈനിക മേധാവി എന്ന പദവിക്ക് ശേഷം ഈ CDF തസ്തിക കൂടി മുനീറിന് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മൊത്തം 8 വർഷം സുപ്രധാന സൈനിക പദവികളിൽ തുടരാനാകും. അതിനുശേഷം 5 വർഷം കൂടി, അതായത് 2035 വരെ ഈ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹം ശ്രമിച്ചേക്കാം എന്നും സംശയങ്ങളുണ്ട്. സൈന്യത്തെ എതിർക്കാൻ മാത്രം കരുത്തില്ലാത്തതിനാൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സർക്കാർ വിജ്ഞാപനം വൈകിപ്പിക്കുക എന്ന പിൻവാതിൽ തന്ത്രം ഉപയോഗിക്കുകയാണ്. പ്രതിരോധ മന്ത്രി ഖ്വാജ അസീഫ് വിജ്ഞാപനം അനുകൂലമായ സമയത്ത് പുറത്തിറക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും പ്രധാനമന്ത്രി ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുന്നതുവരെ തീരുമാനം വൈകിയേക്കാം എന്നാണ് വിവരം. ശക്തമായ ഒരു സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ മുനീറിന് അധിക കാലാവധി നൽകില്ലെന്ന് തുറന്നു പറയാമായിരുന്നു. എന്നാൽ സൈന്യത്തെ പിണക്കാതെ താൽക്കാലികമായി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള സർക്കാരിൻ്റെ ശ്രമമാണ് ഈ അനിശ്ചിതത്വത്തിന് കാരണം. സൈനിക നേതൃത്വത്തിൻ്റെ ഈ അവ്യക്തതയാണ് മേഖലയിലെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. തൻ്റെ പ്രാധാന്യം തെളിയിക്കാൻ വേണ്ടി അസീം മുനീർ ഒരു പ്രകോപനത്തിന് തിരികൊളുത്തിയേക്കാമെന്ന് തിലക് ദേവശർ ചൂണ്ടിക്കാണിക്കുന്നു. സാങ്കേതികമായി അദ്ദേഹം ആർമി ചീഫ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് ചെയ്യാനുമാകും. കാരണം ആരാണ് അതിനെ ചോദ്യം ചെയ്യുക എന്നതിൽ വ്യക്തതയില്ല. താൻ ഇപ്പോഴും മേധാവിയാണോ എന്ന കാര്യത്തിൽ സൈന്യത്തിന് പോലും ഉറപ്പില്ലാത്ത ഈ അവസ്ഥയിൽ ഇന്ത്യയുമായി ഒരു പ്രശ്നമുണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അതൊരു അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കും. ഒരു സൈനിക നേതാവ് ഔദ്യോഗിക പദവി സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിൽ ആയിരിക്കുമ്പോൾ തൻ്റെ അധികാരം, നേതൃപാടവം, സ്വാധീനം എന്നിവ രാജ്യത്തിനകത്തും പുറത്തും തെളിയിക്കാൻ അദ്ദേഹം ഒരു തീവ്ര നടപടിക്ക് മുതിർന്നേക്കാം. ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടാക്കുന്നത് തൻ്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കാനും CDF പദവിയിലേക്കുള്ള നിയമനത്തിന് വേഗത കൂട്ടാനും അദ്ദേഹത്തിന് ഉപകരിച്ചേക്കാം. മുനീറിന് മുൻപേ തന്നെ ഇന്ത്യാവിരുദ്ധ നിലപാടുകളുടെ ചരിത്രമുണ്ട്. ഒരു സൈനിക പ്രതിസന്ധി വരുമ്പോൾ ഈ വികാരം ആളിക്കത്തിക്കാൻ എളുപ്പമാണ്. കൂടാതെ രാജ്യത്തിനകത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും അനിശ്ചിതത്വത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും സൈന്യത്തെ ഒന്നിപ്പിക്കാനും ഒരു സംഘർഷ സാധ്യത ഉപയോഗപ്പെടുത്താം. ഈ അപകട സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ സൈന്യവും സുരക്ഷാ ഏജൻസികളും പാകിസ്ഥാൻ അതിർത്തിയിലെ നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പ്രതിസന്ധിക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തലപ്പത്ത് വ്യക്തതയില്ലാത്തത് ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിലെ വേഗത കുറയ്ക്കും. ഇത് തീവ്രവാദ ഭീഷണികളെ നേരിടുന്നതിൽ രാജ്യത്തിന് തിരിച്ചടിയായേക്കാം. ഒരു ദുർബലമായ സിവിലിയൻ ഗവൺമെൻറ്റും നേതൃത്വ പ്രതിസന്ധി നേരിടുന്ന സൈന്യവും ചേരുമ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സ്ഥിരത കൂടുതൽ വഷളാകും. വിദേശ നിക്ഷേപകരും അന്താരാഷ്ട്ര പങ്കാളികളും രാജ്യത്തെ കൂടുതൽ സംശയത്തോടെ വീക്ഷിക്കാൻ ഇത് കാരണമാകും. സൈനിക നേതൃത്വത്തിൻ്റെ സ്ഥിരതയില്ലായ്മ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഊഷ്മാവ് കൂട്ടാനുള്ള സാധ്യതയുമുണ്ട്. പാകിസ്ഥാനിലെ സൈനിക നേതൃത്വത്തിൻ്റെ ഈ പ്രതിസന്ധി കേവലം ഒരു ആഭ്യന്തര ഭരണപരമായ പ്രശ്നമല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ സുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അപകടകരമായ സാഹചര്യമാണ്. സിവിലിയൻ സർക്കാരിൻ്റെ ദൗർബല്യവും
സൈനിക മേധാവിയുടെ അധികാരമോഹവും ചേരുമ്പോൾ പാകിസ്ഥാൻ ഒരു അപകടകരമായ ശൂന്യതയിലേക്ക് നീങ്ങുകയാണ്. വിജ്ഞാപനം അനുകൂലമായ സമയത്ത് പുറത്തിറങ്ങുമെന്ന പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഈ അനിശ്ചിതത്വം എത്രനാൾ നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു. സിവിലിയൻ നേതൃത്വത്തിൻ്റെ ശക്തിയും സൈന്യത്തിൻ്റെ പ്രൊഫഷണലിസവും സംരക്ഷിക്കപ്പെടേണ്ടത് പാകിസ്ഥാൻ്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും പ്രധാനമായി ഈ അനിശ്ചിതാവസ്ഥ ഒരു പ്രാദേശിക സംഘർഷത്തിന് കാരണമാകാതെ സൈനിക നേതൃത്വം എത്രയും പെട്ടെന്ന് സ്ഥാപനവൽക്കരിക്കപ്പെടുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു.